കരുവന്നൂർ സഹകരണ തട്ടിപ്പിൽ സിപിഎമ്മിന് വീണ്ടും ഇഡിയുടെ കുരുക്ക്. സിപിഎം തൃശൂർ ജില്ലാ സെക്രട്ടറി എം വർഗീസിന് സമൻസ് നൽകി ഇഡി. ബുധനാഴ്ച ചോദ്യം ചെയ്യലിന് ഹാജരാകാനാണ് നിർദ്ദേശം. വിവരങ്ങളുമായി ജിജീഷ് കരുണാകരൻ ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്ന്. ജിജീഷ്, കരുവന്നൂർ സഹകരണ തട്ടിപ്പിലാണ് സിപിഎമ്മിന് വീണ്ടും ഇഡിയുടെ കുരുക്ക് മുറുകുന്നത്. വിവരങ്ങൾ. ആതിര, കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ട കള്ളപ്പണ കേസിന്റെ അന്വേഷണം പുരോഗമിക്കുമ്പോഴാണ് സിപിഎമ്മുമായി ബന്ധപ്പെട്ട നിരവധി നിർണായകമായ തെളിവുകൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ശേഖരിക്കുന്നത്. ഈ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് മുന്നോട്ട് പോകുന്നത്. നേരത്തെ തന്നെ അന്വേഷണ സംഘം 5 അക്കൗണ്ടുകൾ, 17 ഏരിയ കമ്മിറ്റികൾക്ക് കീഴിലുള്ള 5 അക്കൗണ്ടുകൾ സിപിഎമ്മിന് കരുവന്നൂർ ബാങ്കിലുള്ളതായി അന്വേഷണ സംഘം കണ്ടെത്തിയിരുന്നു. തുടർന്ന് ഈ അക്കൗണ്ടിലെ വിവരങ്ങൾ പരിശോധിച്ചപ്പോൾ 72 ലക്ഷം രൂപയാണ് നിക്ഷേപമായി കണ്ടെത്തിയത്. മാത്രമല്ല 50 ലക്ഷം രൂപയുടെ ഇടപാടുകൾ പല ഘട്ടങ്ങളിലായി നടന്നതായും കണ്ടെത്തി. മാത്രമല്ല ഈ 5 അക്കൗണ്ടുകൾ എന്ന് പറയുന്നത് കണ്ടെത്തിയ അക്കൗണ്ടുകൾ മാത്രമാണ്. ഇപ്പോഴും രഹസ്യമായി വിവിധ സഹകരണ ബാങ്കുകളിൽ നിരവധി അക്കൗണ്ടുകൾ പാർട്ടിക്കുണ്ട് എന്ന് അന്വേഷണ സംഘത്തിന് വ്യക്തമാവുകയും ചെയ്തിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് നേരത്തെ 4 തവണ സിപിഎം ജില്ലാ സെക്രട്ടറിയായ എം വർഗീസിനെ കൊച്ചി ഓഫീസിൽ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തത്. പല ഘട്ടങ്ങളിൽ ചോദ്യം ചെയ്യാൻ വിളിച്ചു വരുത്തിയപ്പോഴൊന്നും തന്നെ കൃത്യമായ മറുപടി ഈ പണം എന്തിന് ഉപയോഗിച്ചു, എന്തിനാണ് ഇത്തരത്തിലുള്ള അക്കൗണ്ട് തുറന്നത്, മാത്രമല്ല സഹകരണ നിയമത്തിലെ ചട്ടങ്ങൾ പോലും ലംഘിച്ചുകൊണ്ടായിരുന്നു സിപിഎം ഇത്തരത്തിൽ അക്കൗണ്ടുകൾ കരുവന്നൂർ സഹകരണ ബാങ്കിൽ തുടങ്ങിയത്. KYC പാലിക്കാതെയായിരുന്നു ഇത്തരത്തിൽ അക്കൗണ്ടുകൾ ആരംഭിച്ചത്. മാത്രമല്ല ഏതെങ്കിലും ഒരു വ്യക്തിയുടെ പേരിൽ അവിടെ അംഗത്വം എടുത്തതിന് ശേഷം ഈ വായ്പകൾ, ഇത്തരത്തിലുള്ള നിക്ഷേപങ്ങൾ തുടങ്ങണം, അക്കൗണ്ടുകൾ ആരംഭിക്കണം എന്നാണ് എങ്കിൽ സിപിഎമ്മിനെ സംബന്ധിച്ചിടത്തോളം ഇത് തീർത്തും രഹസ്യാത്മകമായിട്ടായിരുന്നു ഓരോ കാര്യങ്ങളും ചെയ്തിരുന്നത്. അങ്ങനെയാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇലക്ഷൻ കമ്മീഷന് തന്നെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇന്ന് റിപ്പോർട്ട് നൽകിയത്. കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് നൽകിയതിന്റെ അതോടൊപ്പം തന്നെ അതിന്റെ തുടർച്ചയായിട്ടാണ് ഇപ്പോൾ എം വർഗീസിനെ ചോദ്യം ചെയ്യുക എന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നടപടി ഒരിക്കൽ കൂടി ചോദ്യം ചെയ്യുക. അതായത് സിപിഎമ്മിനെ കേന്ദ്രീകരിച്ച് തന്നെയാണ് ഈ അന്വേഷണം പുരോഗമിക്കുന്നത്. സിപിഎമ്മിന്റെ ഏറ്റവും വലിയ ഒരു കുരുക്ക്, അതായത് കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഈ പണം എങ്ങനെ വന്നു, ഇതിലൂടെയുള്ള പണമിടപാടുകൾ എന്തിനായിരുന്നു, ഇലക്ഷൻ കമ്മീഷനെ പോലും അറിയിക്കാതെ സാധാരണ രാഷ്ട്രീയ പാർട്ടികൾ അവരുടെ അക്കൗണ്ടുകളുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന് നൽകണം. എന്നാൽ കഴിഞ്ഞ വർഷം മാർച്ച് മാസം വരെയും ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ഒന്നും തന്നെ ഇലക്ഷൻ കമ്മീഷനെ അറിയിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇലക്ഷൻ കമ്മീഷന് നൽകിയ പണമിടപാടുകളുടെയും ചെലവുകളുടെയും വരവുകളുടെയും അക്കൗണ്ടുകളുടെയും കണക്കുകളിൽ ഒന്നും തന്നെ സിപിഎം ഈ 5 അക്കൗണ്ടുകളെ കുറിച്ച് പ്രതിപാദിക്കുന്ന പോലുമില്ല. അതിലുണ്ടായിട്ടുള്ള പണമിടപാടുകളെ കുറിച്ച് പറയുന്നില്ല. അതുതന്നെയാണ് വലിയ തോതിൽ ഈ തട്ടിപ്പിന്റെ വ്യാപ്തി വ്യക്തമാക്കുന്നത്. അങ്ങനെയാണ് ബുധനാഴ്ച വീണ്ടും എം വർഗീസിനോട് സിപിഎമ്മിന്റെ ജില്ലാ സെക്രട്ടറിയോട് ഒരിക്കൽ കൂടി ഹാജരാകാൻ, തൃശൂർ ജില്ലാ സെക്രട്ടറിയോട് ഒരിക്കൽ കൂടി ഹാജരാകാൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇപ്പോൾ സമൻസ് നൽകിയിരിക്കുന്നത്. അതിന്റെ തുടർച്ചയായി മറ്റു ചില പ്രധാനപ്പെട്ട ചോദ്യം ചെയ്യലുകൾ കൂടി ഉണ്ടാകും. നേരത്തെ കുറ്റപത്രം സമർപ്പിച്ചു കഴിഞ്ഞ കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പിൽ 2ാം ഘട്ട അന്വേഷണം പുരോഗമിക്കുമ്പോൾ ആദ്യം അന്വേഷണം ആരംഭിച്ചത് പ്രധാനമായും 2 കൗൺസിലർമാരെ കേന്ദ്രീകരിച്ചായിരുന്നു. ഒന്ന് തൃശൂരിലെ കൗൺസിലറായിട്ടുള്ള, തൃശൂർ കോർപ്പറേഷൻ കൗൺസിലറായിട്ടുള്ള അനൂപ് ഡേവിസ് കാട, ഒപ്പം തന്നെ വടക്കാഞ്ചേരി മുനിസിപ്പൽ കൗൺസിലറായ മധു അമ്പലപുരം എന്നിവരെ കേന്ദ്രീകരിച്ചായിരുന്നു 2ാം ഘട്ടത്തിലും അന്വേഷണം. ആദ്യ തവണ നിരവധി തവണ ഇവരെ ചോദ്യം ചെയ്തിരുന്നു. അതിനുശേഷം കുറ്റപത്രത്തിൽ ഇവരുടെ പേരുകൾ ഉണ്ടായിരുന്നില്ല, പ്രതിപട്ടികയിൽ ഉണ്ടായിരുന്നില്ല. 2ാം തവണ നിരവധി തവണ ചോദ്യം ചെയ്തു. ഇവരിൽ നിന്ന് കൂടി ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ, പ്രത്യേകിച്ച് നേരത്തെ മാപ്പുസാക്ഷികളാക്കിയ ആളുകൾ, ബാങ്കിന്റെ മുൻ സെക്രട്ടറിയും ഒപ്പം തന്നെ മുൻ മാനേജറും അടക്കം വ്യക്തമാക്കിയ ഒരു കാര്യമെന്ന് പറയുന്നത് സിപിഎമ്മിന്റെ പല നേതാക്കളും ബാങ്കിന്റെ ദൈനംദിന കാര്യങ്ങളിൽ പല ഘട്ടങ്ങളിലും ഇടപെട്ടിരുന്നു. അത് വായ്പകൾ അനുവദിക്കുന്ന കാര്യത്തിലാണെങ്കിലും നിക്ഷേപങ്ങൾ സ്വീകരിക്കുന്ന കാര്യത്തിലാണെങ്കിലും എല്ലാം തന്നെ ഇത്തരത്തിൽ സിപിഎം നേതാക്കളുടെ ഇടപെടലുകൾ ഉണ്ടായിരുന്നു. അതോടൊപ്പമാണ് പാർട്ടിക്ക് രഹസ്യമായി സൂക്ഷിക്കാനുള്ള, പുറത്ത് കണക്ക് കാണിക്കാൻ കഴിയാത്ത തരത്തിലുള്ള അക്കൗണ്ടുകൾ പണം വരുന്ന ഘട്ടങ്ങളിൽ അതിനുവേണ്ടി പ്രത്യേകമായി തന്നെ കരുവന്നൂർ സഹകരണ ബാങ്കിൽ ഇത്തരത്തിൽ 5 അക്കൗണ്ടുകൾ ആരംഭിച്ചതും അതിലൂടെ 72 ലക്ഷം രൂപ അവിടെ നിക്ഷേപിക്കുന്നതും 50 ലക്ഷം രൂപ പല ഘട്ടങ്ങളിലായി ഇടപാടുകൾ നടത്തുകയും എല്ലാം ചെയ്തത്. എന്നാൽ എം വർഗീസ് മുമ്പ് ചോദ്യം ചെയ്തപ്പോഴെല്ലാം ഇതിന് നൽകിയിരിക്കുന്ന മറുപടി എന്ന് പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തനിക്ക് അറിയില്ല, ജില്ലാ കമ്മിറ്റിയുടെ നേരിട്ടുള്ള അക്കൗണ്ടുകളെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ മാത്രമാണ് തനിക്കുള്ളത്. ഏരിയ കമ്മിറ്റികൾ, ഇപ്പോൾ 17 ഏരിയ കമ്മിറ്റികളുടേതായിട്ടാണ് ഈ 5 അക്കൗണ്ടുകൾ കാണിച്ചിട്ടുള്ളത്. അങ്ങനെ ഏരിയ കമ്മിറ്റികളോ ലോക്കൽ കമ്മിറ്റികളോ ബ്രാഞ്ച് കമ്മിറ്റികളോ രൂപീകരിക്കുന്ന, തുറക്കുന്ന അക്കൗണ്ടുകളെ സംബന്ധിച്ച് ജില്ലാ കമ്മിറ്റിക്ക് വിവരങ്ങൾ ഒന്നുമില്ല. അത് ലെവി പിരിക്കുന്നതാകാം, അല്ലെങ്കിൽ പാർട്ടി ഫണ്ടുകളാകാം, അത്തരത്തിലുള്ള പണമാകാം നിക്ഷേപിക്കുന്നത് എന്ന ഒരു മറുപടിയായിരുന്നു എം വർഗീസ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് നൽകിയത്.
എന്നാൽ ഇത് തൃപ്തികരമല്ലാത്തതുകൊണ്ടും അനുബന്ധമായി നടത്തിയ അന്വേഷണത്തിൽ നിർണായകമായ തെളിവുകൾ ലഭിച്ചതിന്റെയും അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഒരിക്കൽ കൂടി എം വർഗീസിനെ ചോദ്യം ചെയ്യുന്നത്. സ്വാഭാവികമായും ഈ അന്വേഷണത്തിന്റെ തുടക്കം നീണ്ടത് മുൻ മന്ത്രി AC മൊയ്തീനെ കേന്ദ്രീകരിച്ചായിരുന്നു അന്വേഷണം ഉണ്ടായിരുന്നത്. ഒപ്പം തന്നെ CPMന്റെ സംസ്ഥാന കമ്മിറ്റി അംഗം കേരള ബാങ്ക് വൈസ് പ്രസിഡന്റ് MK കണ്ണനിലേക്കും അന്വേഷണം നീണ്ടു. പലപ്പോഴും ഈ ചോദ്യം ചെയ്യലിൽ നിന്ന് ഒഴിഞ്ഞു മാറാനുള്ള ശ്രമങ്ങൾ ഇവർ പല ഘട്ടങ്ങളിലും നടത്തി. AC മൊയ്തീൻ ഒരു തവണ മാത്രമാണ് അന്വേഷണ സംഘത്തിന് മുന്നിൽ എത്തിയത്. 2 തവണ എത്തിയ MK കണ്ണൻ 2ാം തവണ ശാരീരിക അസ്വസ്ഥങ്ങൾ പ്രകടിപ്പിച്ചു. ചോദ്യം ചെയ്യലിനിടെ നെഞ്ചുവേദന അനുഭവപ്പെട്ടതിനെ തുടർന്ന് അല്ലെങ്കിൽ അത്തരത്തിൽ അന്വേഷണ സംഘത്തോട് പറഞ്ഞതിനെ തുടർന്ന് ചോദ്യം ചെയ്യൽ പാതിയിൽ അവസാനിപ്പിക്കുകയായിരുന്നു അന്ന്. പിന്നീട് ഈ ആളുകളെ ചോദ്യം ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. ഇതിനിടയിലാണ് ഇപ്പോൾ MM വർഗീസിനെ ഒരിക്കൽ കൂടി വിളിപ്പിക്കുന്നത്. അത് CPMന്റെ അക്കൗണ്ടുകൾ കേന്ദ്രീകരിച്ചും പണമിടപാടുകൾ സംബന്ധിച്ചും തന്നെയാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷന് നൽകിയ റിപ്പോർട്ട് അടിസ്ഥാനമാക്കി തന്നെയാണ് കൂടുതൽ വിവരങ്ങൾ അന്വേഷണ സംഘം ശേഖരിക്കാൻ ഒരുങ്ങുന്നത്. ഈ പണത്തിന്റെ ഉറവിടമടക്കമുള്ള കാര്യങ്ങൾ കണ്ടെത്തേണ്ടതുണ്ട്.